മാറാത്തത് മാറുമെന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷേ ആ മാറ്റം ചില മനുഷ്യരിലാണ്, അവരുടെ മനസ്സുകളിലാണ്. അത്തരത്തിൽ മാറ്റത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു സംഘപരിവാറുകാരനുണ്ട്, ഒരു മനുഷ്യനുണ്ട്. കണ്ടു നോക്കൂ. മധ്യപ്രദേശിൽ ക്ഷേത്ര ആചാരങ്ങളുടെ ഭാഗമായി 11,000 ലിറ്റർ പാൽ നർമ്മദാ നദിയിലേക്ക് ഒഴുക്കുന്ന ദൃശ്യങ്ങൾ വൈറലാകുന്നു. സെഹോർ ജില്ലയിലെ പതാലേശ്വർ മഹാദേവ് ക്ഷേത്രത്തിലായിരുന്നു ആചാരം. 21 ദിവസം നീണ്ടുനിന്ന മഹായജ്ഞത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് നർമ്മദാ നദിക്ക് അഭിഷേകം നടത്തുന്നതിനായാണ് ടാങ്കർ ഉപയോഗിച്ച് വലിയ അളവിൽ പാൽ നദിയിലേക്ക് ഒഴുക്കിയത്. വീഡിയോ പ്രചരിച്ചതോടെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നത്. 11,000 ലിറ്റർ പാൽ നദിയിലോട്ട് ഒഴുക്കി. ആചാരമാണ്, വിശ്വാസമാണ്. അതിനെ എതിർക്കാൻ നമുക്കൊന്നും യാതൊരു അവകാശമില്ല. അതൊരു കൂട്ടം ആളുകളുടെ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ വിശ്വാസികളായിട്ടുള്ള കുറച്ച് ആളുകളുടെ അവരുടെ വിശ്വാസമാണ് അല്ലേ, അതിനെ നമ്മൾ എതിർക്കാനൊന്നും പാടില്ല. പക്ഷേ ദൈവം എന്ന് പറയുന്ന ശക്തി ഈ 11,000 ലിറ്റർ പാല് അവകാശപ്പെട്ട കുട്ടികൾക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇതിലും പ്രീതിപ്പെടുമായിരുന്നു എന്നൊരു തോന്നൽ എനിക്ക് വന്നു. ഞാനിതിനെതിരെ പറയാലോ കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു ദാഹിക്കുന്ന കുട്ടികൾക്ക്, വിശക്കുന്ന കുട്ടികൾക്ക് ഈ പാല് തിളപ്പിച്ച് കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ കുട്ടികളുടെ ആ ഒരു വിശപ്പ് മാറുമ്പോൾ അല്ലെങ്കിൽ അതുങ്ങൾക്ക് ഇച്ചിരി ആരോഗ്യം കിട്ടുമ്പോഴൊക്കെ ദൈവം ഒന്നും കൂടി പ്രസാദിക്കും. അതിനോടൊപ്പം തന്നെ ഗോമാത കൂടി കുറച്ചും കൂടി പ്രസാദിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടം അവരുടെ കുട്ടികൾ കുടിക്കേണ്ട പാലല്ലേ, അത് കുട്ടികൾ കുടിക്കട്ടെ എന്നുള്ള ഒരു ചിന്തയായിരിക്കും അവർക്ക് ഉണ്ടാവുക. നമ്മളെപ്പോലെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു ജീവിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പുഴയിൽ ഒഴുക്കുന്നതിനോട് അവർക്ക് എന്തായാലും താല്പര്യം ഉണ്ടാവില്ല. അതേതെങ്കിലും കുട്ടികൾ കുടിക്കായിരുന്നെങ്കിൽ എൻ്റെ മക്കൾക്കുള്ളത് പിടിച്ചു വെച്ചിട്ടായാലും അവർ ഊറ്റിക്കൊണ്ടേ ആ കൊണ്ടുപോകുന്ന കുഞ്ഞുങ്ങൾക്കാണല്ലോ കൊടുത്തത് എന്നുള്ളൊരു ചിന്ത അവർക്ക് ഉണ്ടാവുമായിരുന്നു. പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കമൻറ്റാണ്, സംഖ്യയെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനും നല്ലത് ഒരു മങ്കിയെ പഠിപ്പിച്ച് ഡോക്ടറാക്കുന്നതാണെന്ന്. ഒരു പരിധി വരെ അത് ശരിയാണ്. എന്നാൽ 1,00,000-ൽ 1-2 പേരൊക്കെ വിഭിന്നമായി ചിന്തിക്കുന്നവരാണ്, കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്നവരാണ്. അതിൽപ്പെട്ട ഒരാളാണ് ഈ കാളിച്ചേട്ടൻ. ഇദ്ദേഹത്തിന് ഒരു യൂട്യൂബ് ചാനലുണ്ട്, കാളി മീഡിയ എന്നാണ് അതിൻ്റെ പേര്. ഞാൻ ഇടയ്ക്കിടെ അദ്ദേഹത്തിൻ്റെ വീഡിയോസുകൾ കാണാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ കാളിച്ചേട്ടൻ എന്ന് വിളിക്കുന്നത്. ശരിക്കുള്ള അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയില്ല. നോക്കൂ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എത്ര പ്രസക്തമാണ്. കുറേ കാലങ്ങളായി ഇത് തന്നെയല്ലേ നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളിത് പറയുമ്പോൾ നമ്മൾ തീവ്രവാദികളാകുന്നു, ഭീകരവാദികളാകുന്നു. ഹിന്ദുവിൻ്റെ കാര്യത്തിൽ നിനക്കെന്താണ് താല്പര്യം, ഹിന്ദുവിൻ്റെ ആചാരങ്ങളെക്കുറിച്ച്, വിശ്വാസങ്ങളെക്കുറിച്ചൊക്കെ പറയാൻ നീ ആരാണ് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്നു. എന്നാൽ ഒരു സംഘപരിവാറുകാരനായ, സംഘപരിവാർ ആശയങ്ങളുമായി സഞ്ചരിക്കുന്ന അദ്ദേഹം പോലും ഇടയ്ക്കിടെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ഇത് വിശ്വാസങ്ങളുമായി, ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കൂടുതലായി ഈ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്ന് ഒരു സംഘപരിവാറുകാരന് പോലും ഭയത്തോടു കൂടി പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ പിന്നെ ഈ വക കാര്യങ്ങളിൽ നമ്മൾ എന്തെങ്കിലും കാതലായ ഒരു വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞാൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധിയും പ്രത്യാഘാതവും എന്താണെന്നുള്ളത് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. വിശ്വാസത്തിൻ്റെ പേരിൽ, ആചാരത്തിൻ്റെ പേരിൽ ഏകദേശം 11,000 ലിറ്റർ പാലാണ് പുഴയിലേക്ക് ഒഴുക്കിക്കളഞ്ഞത്. എവിടെയാണിത് നടക്കുന്നത്? നമ്മുടെ ഇന്ത്യയിൽ. ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ആഗോള പട്ടിണി സൂചികയിൽ ഗുരുതരമായ 102ാം റാങ്കിലാണുള്ളത്. ഒരു രാജ്യത്തിൻ്റെ പട്ടിണി സൂചിക കണക്കാക്കുന്നതിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ആ രാജ്യത്തെ കുട്ടികളുടെ പോഷകാഹാരക്കുറവും അതുമൂലമുണ്ടാകുന്ന വളർച്ചാ മുരടിപ്പും. അത്തരത്തിൽ പട്ടിണി സൂചികയിൽ ഗുരുതരമായ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യത്താണ് വിശ്വാസത്തിൻ്റെ പേരിൽ, ആചാരത്തിൻ്റെ പേരിൽ കുട്ടികളെ കൂടി സാക്ഷിയാക്കി ലിറ്റർ കണക്കിന് പാൽ പുഴയിലേക്ക് ഒഴുക്കിക്കളഞ്ഞ ആ പാൽ അർഹതപ്പെട്ട കുട്ടികളെ കണ്ടെത്തി അവർക്ക് കൊടുത്തിരുന്നുവെങ്കിൽ അതെത്ര നന്നായിരുന്നു, നിങ്ങളുടെ വിശ്വാസത്തിന് അതെത്ര തിളക്കമുണ്ടാക്കുമായിരുന്നു, അല്ലെങ്കിൽ ദൈവം നിങ്ങളെ കുറച്ചുകൂടി പ്രസാദിക്കുമായിരുന്നില്ലേ എന്ന് ഒരു സംഘപരിവാറുകാരൻ ഈ വർത്തമാനകാലത്തിരുന്ന് ചോദിക്കുമ്പോൾ അതിൽ അത്ഭുതമുണ്ട്. മാത്രവുമല്ല, നമ്മൾ മനുഷ്യരെ പോലെ ചിന്തിക്കാനുള്ള കഴിവ് ഗോമാതാക്കൾക്കുണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ പൈക്കിടാങ്ങൾക്ക് മതിവോളം കൊടുക്കാൻ അനുവദിക്കാതെ എൻ്റെ അകിടിൽ നിന്നും ഞെക്കിപ്പിടിഞ്ഞുകൊണ്ടുപോയ പാൽ അവർ മനുഷ്യരുടെ കുഞ്ഞുമക്കൾക്ക് കൊടുക്കാതെ പുഴയിൽ കൊണ്ടുപോയി ഒഴുക്കിക്കളഞ്ഞു എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ചിന്തയും ഗോമാതാവിനുണ്ടായാൽ പിന്നീട് ആ ഗോമാതാവിൻ്റെ അനുഗ്രഹം ഇവർക്ക് കിട്ടുമോ എന്ന കാളിച്ചേട്ടൻ്റെ ചോദ്യവും പ്രസക്തമാണ്. പട്ടിണിയേക്കാൾ, മനുഷ്യത്വത്തേക്കാൾ വലുതല്ല മതവും മതവിശ്വാസവും ആചാരങ്ങളുമെന്ന് ഒരു സംഘപരിവാറുകാരനിരുന്ന് പറയുമ്പോൾ ആ മാറ്റത്തെ, ആ മനോഭാവത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്, ചേർത്ത് പിടിക്കേണ്ടതാണ്. വിശ്വാസമാണ്, വിശ്വാസത്തിൽ കയറി ഒന്നും പറയാൻ പറ്റില്ല. അത്തരം കുറേ പ്രശ്നങ്ങൾ വേറെ വരും. ഞാൻ പറയുന്നതേ, ഇപ്പോൾ ഈ വെടിക്കെട്ട് ഇതൊക്കെ പറയുമ്പോൾ പല ആൾക്കാർക്കും പ്രഷർ കയറും എന്നോട്. പക്ഷേ നിങ്ങളിരുന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ. ഇപ്പോൾ പാലക്കാട് കണ്ടില്ലേ നിങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ വെട്ടിമരുന്നാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. കാണാൻ നല്ല ചന്ത. എത്ര മിനിറ്റ് ഉണ്ടാവും? ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ്. കാതിനും കണ്ണിനും ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ആ കോടിക്കണക്കിന് രൂപ പിരിച്ചിട്ട് ആ ഏരിയയിലുള്ള കുറച്ച് കുട്ടികളെ കല്യാണം കഴിച്ചാക്കിയാണ്, കുറച്ച് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയാണ്, കുറച്ച് ആളുകൾക്ക് ചികിത്സ കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ വർഷങ്ങളോളം ആ കാഴ്ച നമ്മുടെ കണ്ണിനും മനസ്സിനും ചെവിക്കൊക്കെ കുളിര് കയറുന്നതാക്കി മാറ്റാൻ പറ്റും. കാളിച്ചേട്ടാ, നിങ്ങളിപ്പോൾ സമൂഹ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ഹിന്ദുക്കൾ അവരുടെ ആചാരത്തിൻ്റെ ഭാഗമായി, വിശ്വാസത്തിൻ്റെ ഭാഗമായി കേവലം 10-15 അല്ലെങ്കിൽ അരമണിക്കൂറോ നീണ്ടു നിൽക്കുന്ന കാഴ്ചയുടെ വിസ്മയങ്ങൾ ഒരുക്കാൻ
ലക്ഷക്കണക്കിന് രൂപ മുടക്കി വെടിക്കെട്ട് നടത്തുമ്പോൾ അതിൽ നിന്നും കുറച്ച് ലക്ഷങ്ങളെടുത്ത് ഹിന്ദുക്കളിലെ നിർധനരായ യുവതി യുവാക്കളുടെ വിവാഹം നടത്താൻ മുന്നിട്ടിറങ്ങിയാൽ അത് എത്രത്തോളം നന്നായിരിക്കും, എത്രയോ കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ചയായി അത് മാറും എന്നൊക്കെ താങ്കൾ പറഞ്ഞല്ലോ. അത്തരത്തിലൊരു സമൂഹ വിവാഹം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. വ്യത്യസ്ത മതങ്ങളിൽ നിന്നും ഏകദേശം 850 വധൂവരന്മാരാണ് ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നത്. വധൂവരന്മാരും അവരുടെ ബന്ധുക്കളും കുടുംബക്കാരും അടക്കം ഏകദേശം 1 ലക്ഷം പേർ പങ്കെടുത്ത വിവാഹത്തിന് ഫണ്ട് കണ്ടെത്തിയത് എങ്ങനെയാണെന്ന് കാളിച്ചേട്ടൻ അറിയാമോ? വിശ്വാസത്തിന്റെ പേരിൽ, ആചാരത്തിന്റെ പേരിൽ നർമ്മദാ നദിയിലേക്ക് ഒഴുക്കിക്കളഞ്ഞത് 11,000 ലിറ്റർ പാലാണെങ്കിൽ അതുപോലെ 11,000 പേർ 22 മണിക്കൂർ കൊണ്ട് ഒരാൾ 850 രൂപ എന്ന നിരക്കിൽ ഒരു ചലഞ്ചിന്റെ ഭാഗമായിക്കൊണ്ട് 82 ലക്ഷം രൂപ സമാഹരിച്ചുകൊണ്ടാണ് ആ വിവാഹം മനോഹരമായി ഭംഗിയായി അവർ നടത്തിയത്. കാന്തപുരം സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി തമിഴ്നാട്ടിലെ നീലഗിരിക്കടുത്ത് പാടന്തറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മഹാസംഭവം അരങ്ങേറിയത്. കൂടുതലായി അവിടെയുള്ള തോട്ടം തൊഴിലാളികളുടെ മക്കൾക്കാണ് ഈ സമൂഹ വിവാഹം ഏറെ അനുഗ്രഹമായി മാറിയത്. ഇങ്ങനെ ഏതെങ്കിലും ഹിന്ദു സംഘടനകൾ, പ്രത്യേകിച്ച് സംഘപരിവാർ സംഘടനകൾ ഇതുപോലെ വലിയ മഹത്തായ ഒരു സമൂഹ വിവാഹം സംഘടിപ്പിച്ച് ഹൈന്ദവ മതത്തിലെ നിർധരരായ യുവതി യുവാക്കൾക്ക് സാമ്പത്തികമില്ലാത്തത് കൊണ്ട് മാത്രം നിറഞ്ഞു നിൽക്കുന്ന പാവങ്ങൾക്ക് അവരുടെ വിവാഹം എന്ന സ്വപ്നം സഫലമാക്കി കൊടുക്കാൻ എത്ര സംഘടനകൾക്ക് മുന്നോട്ട് വരാൻ കഴിയും? ഗർവാപ്പസി എന്ന പേരിൽ 100 കണക്കിന് കുടുംബങ്ങളെ ഒരു സ്ഥലത്ത് വിളിച്ചിരുത്തി അവർക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കാൻ കാണിക്കുന്ന ആവേശത്തിൻ്റെ 100% ഈ വക കാര്യങ്ങളിൽ പ്രകടമാക്കാൻ എത്ര സംഘികൾ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾ മുമ്പോട്ട് വരും? ഏതായാലും ഈ വക കാര്യങ്ങളിൽ സംഘപരിവാറിന്റെ പാളയത്തിൽ നിന്ന് തന്നെ ആളുകൾ പ്രതികരിച്ചു തുടങ്ങുന്നു എന്നുള്ളത് ശുഭലക്ഷണമാണ്. സ്വയം തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ബോധ്യങ്ങൾക്കാണ് കൂടുതൽ ബലമുണ്ടാവുക. അല്ലാത്തതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. താൻ വെച്ചു പുലർത്തുന്ന മതവിശ്വാസം അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത പ്രത്യയശാസ്ത്രം കാലക്രമേണ അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ മനുഷ്യത്വ വിരുദ്ധമാണെന്ന് മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ ചില മേഖലകളിൽ സഹജീവികളോട് കരുണയോ കാരുണ്യമോ സഹാനുഭൂതിയോ ഇല്ലെന്ന് തിരിച്ചറിയുമ്പോൾ വേട്ടയാടുന്ന കുറ്റബോധം അധികം വൈകാതെ അവർക്ക് മുമ്പിൽ നന്മയുടെ പരവതാനി വിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ബൽബീർ സിംഗിനെ? ബാബരി മസ്ജിദ് പൊളിക്കാൻ പങ്കെടുത്ത കർസേവകരിൽ ഒരാളായിരുന്നു ബൽബീർ സിംഗ്. ഹരിയാന സ്വദേശിയായ ബൽബീർ സിംഗ് കാലക്രമേണ വലിയ കുറ്റബോധത്തിലേക്ക് വഴുതി വീണു. താൻ ചെയ്തു കൂട്ടിയ അപരാധത്തിൻ്റെ ആഴവും പരപ്പും തിരിച്ചറിഞ്ഞ ആ മനുഷ്യൻ കാലക്രമേണ പശ്ചാത്തപിച്ച് ഇസ്ലാമിൽ അഭയം പ്രാപിച്ചു. എന്നിട്ട് അദ്ദേഹം ഒരു പ്രതിജ്ഞ എടുത്തു. താൻ ചെയ്ത തെറ്റിൻ്റെ പ്രായശ്ചിത്തം എന്ന നിലയിൽ ഒരു പള്ളി പൊളിച്ചതിന് ഇന്ത്യയിലുടനീളം 100 കണക്കിന് പള്ളികൾ നിർമ്മിക്കുകയോ അല്ലെങ്കിൽ പള്ളികളുടെ നിർമ്മാണത്തിന്റെ ഭാഗമാവുകയോ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലുടനീളം വിവിധ പ്രദേശങ്ങളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു. പലയിടത്തും അദ്ദേഹം അറ്റകുറ്റപ്പണികൾ നടക്കുന്ന പള്ളികളുടെ നിർമ്മാണത്തിൽ പങ്കാളിയായി. ചിലയിടങ്ങളിൽ പുതിയ പള്ളി നിർമ്മിക്കാൻ അതിനാവശ്യമായ പണം സമാഹരിക്കാൻ, സംഭാവന കണ്ടെത്താൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തി. ഇങ്ങനെ വ്യത്യസ്തമായ തരത്തിൽ 100ഓ അതിലധികമോ പള്ളികളുടെ നിർമ്മാണത്തിന് അദ്ദേഹം പങ്കാളിയായി. നോക്കൂ, ആ കുറ്റബോധം അവസാനം അദ്ദേഹത്തെ എവിടെ എത്തിച്ചു? ഇന്ന് അദ്ദേഹം ജീവനോടെ ഇല്ല. കുറ്റബോധം മൂലമുണ്ടാകുന്ന തിരിച്ചറിവ് ജീവിതത്തിൽ വലിയ പരിവർത്തനത്തിന് വഴിവെക്കും. അത്തരം കുറ്റബോധങ്ങൾ പലപ്പോഴും നമ്മളെ പിടികൂടുന്നത് ശരിയെന്ന് കരുതി നമ്മൾ തിരഞ്ഞെടുത്ത വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണുന്ന മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ മൂലമായിരിക്കും. അത് ചിലപ്പോൾ മതമായിരിക്കാം, വിശ്വാസങ്ങളായിരിക്കാം, ആചാരങ്ങളായിരിക്കാം, പ്രത്യയശാസ്ത്രങ്ങളായിരിക്കാം. ഏതായാലും അത്തരം തിരിച്ചറിവുകളുമായി സഞ്ചരിക്കുന്ന സംഘപരിവാറുകാരനായ കാളിച്ചേട്ടന് മുന്നിൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്ന ഒരു പുലരി, ഒരു പ്രഭാതം പൊട്ടിവിടരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.